ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തികച്ചും സാങ്കല്പികമാണെന്നോ എവിടുന്നെങ്കിലും മോട്ടിച്ചാണെന്നോ എന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഞാൻ കണ്ടതാണ്, കേട്ടതാണ്, അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആളിൻ്റെ പേരോ നാടിൻ്റെ പേരോ ഇതൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. ശരിക്കും മടിയായിട്ടില്ല, പേടിയായിട്ട് തന്നെയാണ്. കാരണം ഞങ്ങൾ കുറച്ച് പേർക്കിടയിൽ അവളുടെ പ്രസൻസ് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഒരു പക്ഷേ അവളിപ്പോൾ ഇവിടെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ അവളെപ്പറ്റി സംസാരിക്കുന്ന കേൾക്കാനാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവൾ ഞങ്ങൾക്കിടയിലിരുന്ന് തമാശ പറഞ്ഞത്. അവൾക്ക് യക്ഷിയാകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ എല്ലാവരും അവളെ കണ്ട് പേടിക്കും. അവൾക്കത് ഏത് പാതിരാത്രി വേണമെങ്കിലും നടന്നു കേൾക്കാം. ഒരുത്തനും തോണ്ടാനും പിടിക്കാനൊന്നും വരില്ല. ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ചിരിച്ചു. പക്ഷേ ഞങ്ങൾ കുറച്ച് പേർക്ക് അവൾക്കെന്തോ പറയാനുള്ള പോലെ തോന്നിയത്. ഇപ്പം പേടി പോകാത്ത അവളെ ഓർക്കുന്ന വളരെ കുറച്ച് പേരെ അവളെപ്പറ്റി സംസാരിക്കുന്നുള്ളൂ. അതവൾക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതവൾ കേട്ടിരിക്കും, ഉറപ്പായിട്ടും കേട്ടിരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, +2 പഠിക്കുമ്പോഴാണ് അവളുടെ കൈക്ക് കയറി പിടിച്ച് ആരോ മോശമായിട്ട് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വരുന്നത്. നാട്ടിലൊക്കെ അത് ഭയങ്കര പ്രശ്നമായി. പക്ഷേ ആ പ്രശ്നം കഴിഞ്ഞപ്പോൾ അവളെ 6 മണി കഴിഞ്ഞ് പുറത്തിറക്കാത്ത അവസ്ഥയായി. ശരിക്കും അവളെ കൊല്ലുന്നതിന് സമമായിരുന്നത്. അവൾ വല്ലാത്ത അവസ്ഥയിലായി. ശരിക്കും അവളങ്ങ് മാറി തുടങ്ങി. ഞങ്ങൾക്കൊന്നും കാണാൻ തന്നെ കിട്ടത്തില്ലായിരുന്നു. അപ്പം മുതലേ അവൾക്ക് വീട്ടുകാർ കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങിയിരുന്നു. ഏതാണ്ട് ഡിഗ്രി 2nd ഇയർ കഴിയുമ്പോഴാണ് അവൾക്കൊരു വലിയ ആലോചന വരുന്നത്. ശരിക്കും ഒരു കടങ്കഥ പോലത്തെ ഒരു ആലോചന. ചെറുക്കൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കേട്ടപ്പോൾ വീട്ടുകാരങ്ങ് കണ്ണുടച്ചങ്ങ് ഉറപ്പിച്ച മട്ടായി. ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ അവൾക്കും എന്തോ താല്പര്യമുള്ള പോലെ തോന്നിയത്. പക്ഷെ നാട്ടുകാരോ കൂട്ടുകാരോ ആരും ഇതറിഞ്ഞില്ല. നാട്ടുമ്പുറമല്ലേ, ചിലപ്പോൾ ആരിലും ഇടങ്കോലിട്ടോ പരദൂഷണം പറഞ്ഞോ മുടക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും. ചെറുക്കൻ്റെ ഫോട്ടോ കാണിച്ചു. കൊള്ളാം, നല്ല രസമുള്ള ചെറുക്കൻ. വീട് ബാംഗ്ലൂരാണ്. 4 മാസം ഇപ്പോൾ ട്രെയിനിങ് പീരീഡാണ്. അത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞു. ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ കളക്ടറാണത്രേ. ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. വേറൊന്നും അവർ പറഞ്ഞില്ല, കൂടുതലായിട്ടൊന്നും അവർ പറഞ്ഞില്ല. അവരപ്പം തന്നെ അങ്ങ് പോയി. എന്തോ പറയാനുള്ള മടി കൊണ്ട് ആയിരിക്കാം. കല്യാണം ബാംഗ്ലൂർ വെച്ചിട്ടാണ്. എല്ലാവരും അങ്ങോട്ട് കൊണ്ടുവന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെയാണ് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തത്. ചെറുക്കനും വന്നു, വീട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ചെറുക്കനെ നേരിട്ട് കണ്ടു, വീട്ടുകാരെ കണ്ടു, സംസാരിച്ചു. കൊള്ളാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷത്തോടു കൂടി പാട്ട് കഴിഞ്ഞു. കുറേ പേർക്ക് ഭയങ്കര കുശുമ്പായി. ചിലരൊന്നും അവരോട് മിണ്ടാൻ തന്നെ പോകാറില്ലായിരുന്നു. എന്തിനാണെന്ന് പോലും അറിയില്ല, നാട്ടുമ്പുറമല്ലേ. ശരിക്കും പറഞ്ഞാൽ പാർട്ടി കഴിഞ്ഞ് അവളെ ആരും കണ്ടിട്ടില്ല. അവൾ എങ്ങോട്ട് പോയെന്ന് പോലും അറിയത്തില്ല. പിന്നെ അവൾ നാട്ടിലേക്ക് വരുന്നത് ഒരു 7-8 മാസം കഴിഞ്ഞിട്ടാണ്. ആരും അറിഞ്ഞില്ല അവൾ വന്ന കാര്യം. ഞങ്ങളറിയുന്നത് അവളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ്. കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. കണ്ടപ്പോൾ ഒരു വല്ലാത്ത രൂപം. ആകപ്പാടെ അങ്ങ് ക്ഷീണിച്ച് മുഖമൊക്കെ ഒട്ടി, മുഖത്തൊക്കെ എന്തോ പാടൊക്കെ ഉണ്ട്. ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവളെ കണ്ടത്. ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ അവളോട് അതേപ്പറ്റി ഒന്നും ചോദിച്ചില്ല. ഞങ്ങൾ സാധാരണ രീതി അവളോട് സംസാരിക്കാറുള്ള പോലെ തന്നെ അങ്ങ് സംസാരിച്ചു. പക്ഷെ അവൾ ഭയങ്കര മൂടിയായിരുന്നു. ആരോടും ഒന്നും മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവൾ. ഞങ്ങൾ എത്രയൊക്കെ അവളെ സംസാരിക്കാൻ വേണ്ടി നിർബന്ധിച്ചിട്ടും അവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ലായിരുന്നു. കൂട്ടത്തിൽ ഒരുത്തന്നെ അറിയാതെ കണ്ട് ചോദിച്ചു, നീ ഒറ്റയ്ക്കാണോ വന്നേ, പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നു? അപ്പോൾ അവളുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് അവൾ അകത്തോട്ട് കയറിപ്പോയി. ഞങ്ങൾക്ക് ആർക്കും ഒന്നും പിടികിട്ടിയില്ല സംഭവം എന്നാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം വിളിച്ചു, അവളെ ഇറങ്ങി വന്നില്ല. പിന്നെ ഞങ്ങൾ തിരിഞ്ഞ് നടക്കാൻ വേണ്ടി പോയപ്പോൾ അവൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എന്നെ കാണാനോ സംസാരിക്കാനോ കേൾക്കാനോ ഒന്നും ആരും ഇങ്ങോട്ട് വരണ്ട. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്നിട്ട് അവളങ്ങ് കയറിപ്പോയി. അത് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവളെൻ്റെ വീട്ടിൽ വരുന്നത്. ഞാനങ്ങ് ഷോക്കായിപ്പോയി. കാരണം പണ്ട് അവൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ, ആ കളിയും ചിരിയെല്ലാം അതേപടി. കുറേ നേരം നിന്ന് സംസാരിച്ചു. എന്നിട്ട് അവൾ അങ്ങ് ഇറങ്ങിപ്പോയി. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം അവൾ പഴയ ഒരു മൂഡിലോട്ട് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് വൈകുന്നേരം ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആയിട്ട് കളിക്കാൻ പോയി.
കളി ഒരു പകുതി ആയപ്പോഴത്തേക്കും അവൻ്റെ വീടിനടുത്തുള്ള ആ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, അവള് പോയി, അവള് തൂങ്ങിച്ചെത്തും. കേട്ടപ്പോൾ ഭയങ്കര ഫീലായി. ഞങ്ങൾ അവിടെ നിന്ന് ഓടി അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ അമ്മ വാതുക്കൽ തളർന്നിരിക്കുമായിരുന്നു. ഞങ്ങളത് മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾ നേരെ അവളെ കാണാനായിട്ട് അകത്തോട്ട് പോയി. പക്ഷെ ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു. അവളത് ചെയ്തപ്പോൾ കതക് കുറ്റിയിട്ടിരുന്നില്ല. ഞങ്ങൾക്ക് എന്തോ ഒരു ഇത് തോന്നി. അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. അവളുടെ അമ്മയാണെങ്കിൽ ബോധം പോലും ഇല്ലാതിരിക്കുന്നു. ബോധം വന്നപ്പോൾ മോളേന്ന് വിളിച്ചുകൊണ്ട് അവർ കിടന്ന് അലറി. നാട്ടുകാരൊക്കെ ചോദിച്ചു എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അവർ തൂത്തുവാരി വന്നപ്പോൾ എല്ലാ റൂമും തൂത്തുവാരി, അവളുടെ റൂം തൂത്തുവാരി വന്നപ്പോൾ എന്തോ അവരുടെ തലയിൽ തട്ടി. മേളിലോട്ട് നോക്കിയപ്പോൾ നാക്കും കടിച്ചു പിടിച്ച് മേളിൽ തൂങ്ങിക്കിടക്കുന്ന മോളെ ഉണ്ട്. കാലൊക്കെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ കാലെ പിടിച്ചപ്പോൾ തന്നെ ഈ ഫേസൊക്കെ കണ്ടപ്പോഴാന്ന് തോന്നുന്നു അവരുടെ ബോധം അങ്ങ് പോയി. അതും പറഞ്ഞുകൊണ്ട് അവർ അലർന്നു. എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ മോള് രക്ഷപ്പെട്ടേനെന്നും പറഞ്ഞു. അവർക്ക് എന്തോ ഒരു പേടി ഉണ്ടായിരുന്നു. അവളെന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു പേടി. അതുകൊണ്ട് തന്നെ അവരിടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നുണ്ടായിരുന്നു. കഥ കടച്ചിടാൻ പോലും അവളെ സമ്മതിക്കത്തില്ല. കാരണം എന്തോ കടുങ്കൈ അവൾ ചെയ്യുമെന്ന് അവർക്ക് എന്തോ ഒരു പേടിയുണ്ടായിരുന്നു. അതവൾക്ക് മനസ്സിലായിട്ടായിരിക്കാം കഥക് തുറന്നിട്ടിട്ട് അവളത് ചെയ്തത്. അത് കേട്ട് പലരും കാര്യം തിരക്കി. പക്ഷെ ആർക്കും ഒന്നും അറിയാൻ പറ്റിയില്ല. ആരൊക്കെയോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് ആൾ വന്നപ്പോൾ പുലർച്ചെ 4 മണിയോളമായി. അതിന് നാട്ടുകാരൊക്കെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. കെട്ടഴിച്ച് അവളെ താഴെ ഇറക്കിയപ്പോൾ മുഖത്തിൻ്റെ കളറൊക്കെ അങ്ങ് മാറി, കഴുത്തൊക്കെ അങ്ങ് നീണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായി. ഇതെല്ലാം കണ്ട് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഒരു കൂട്ടുകാരൻ പറയുന്നത്, എടാ അവളെന്ത് ഹാപ്പി ആയിട്ട് രാവിലെ ചിരിച്ച് കളിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് പോയെന്ന്. വേറൊരു കൂട്ടുകാരനും പറഞ്ഞു അവൻ്റെയും വീട്ടിൽ വന്നു ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ശരിക്കും എനിക്കും അത് തന്നെയായിരുന്നു പറയാനുള്ളത്. എൻ്റെയും വീട്ടിൽ വന്നായിരുന്നല്ലോ. ശരിക്കും അവളെല്ലാവരെയും കണ്ട് സംസാരിച്ച് പോയതാണ്. അതവൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടായിരിക്കാം പോയത്. പക്ഷെ ഞങ്ങളാരും ഒന്നും അറിഞ്ഞില്ല. ശരിക്കും അവളത് എന്തിനാ ചെയ്തതെന്ന് ഞങ്ങളിങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് അവൾ ഇറങ്ങുന്നതിന് മുന്നേ എന്നോട് പതുക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇറങ്ങി. അവളുടെ ഒരു ഡയറി അവളുടെ ഉത്തരത്തെ വെച്ചിട്ടുണ്ട്, ഒന്ന് നോക്കണം. ശരിക്കും അവളത് പോയപ്പോഴത്തേക്ക് ഞാനത് മറന്നേ പോയി. ഞാൻ കൂട്ടുകാരോട് ചോദിച്ചു, എടാ വല്ല ഡയറിയുടെ കാര്യം വല്ലതും അവൾ പറഞ്ഞായിരുന്നോന്ന് ചോദിച്ചു. അവരോടൊന്നും പറഞ്ഞില്ല. അവൾ എന്നോട് മാത്രമേ പറഞ്ഞു. ശരിക്കും ഈ ഡയറിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവന്മാരൊക്കെ അങ്ങ് ഞെട്ടി. അതെടുക്കാൻ അപ്പോൾ ആ റൂമിലോട്ട് പോകാൻ പേടിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോയി, എന്താണെന്ന് അറിയാനായിട്ട് പോയി. പക്ഷെ അവിടെയൊക്കെ പോലീസുകാരായിരുന്നു. ഒരു പോലീസുകാരൻ എന്തോ കുത്തിക്കുറിച്ചുകൊണ്ട് അവളുടെ പേരെന്താണെന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞു അവളുടെ പേര് ഞാൻ പറയത്തില്ല. പക്ഷെ എന്നോട് ആരോ പറയുന്ന പോലെ എനിക്കൊരു ഫീലുണ്ട്. പേരങ്ങ് പറയടാ. പേര് ഞാൻ പറയാം. അവളുടെ പേര് ഗൗരി.